ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനിൽ നിന്ന് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ടെഹ്റാനിലെ എൻഗലാബ് സ്ക്വയറിൽ അമേരിക്കയുടെ പടക്കപ്പലുകൾ തകർക്കുന്നതിൻ്റെ ചിത്രങ്ങൾ ഇറാൻ പങ്കുവെച്ചത് ലോകമാധ്യമങ്ങൾ ഞെട്ടലോടെയാണ് കണ്ടത്. കാരണം അത്തരമൊരു നീക്കം ഇറാൻ നടത്തിയാൽ അത് ലോക യുദ്ധത്തിലേക്ക് പോലും, ഒരു മഹായുദ്ധത്തിലേക്ക് പോലും നയിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അത്രയും കടന്ന തീരുമാനങ്ങൾ എടുക്കാൻ പോലും, അല്ലെങ്കിൽ അത്രയും കടുത്ത യുദ്ധമുറകളിലേക്ക് പോകാൻ പോലും ഞങ്ങൾക്കൊരു മടിയുമില്ല എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നത് ഇറാൻ അത്രയധികം ശക്തിയുള്ളത് കൊണ്ട് തന്നെയാണ്, ആത്മബലമുള്ളത് കൊണ്ട് തന്നെയാണ്, മനോവീര്യമുള്ളത് കൊണ്ട് തന്നെയാണെന്ന് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 4 ദിവസത്തോളമായിട്ടും ഈ പടക്കപ്പലുകൾ ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു യുദ്ധ നീക്കത്തിലേക്ക് ട്രംപ് പോകാത്തതും. ഇതോടൊപ്പം ട്രംപ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുകയാണ് എന്ന സൂചനകളും പുറത്തു വന്നതോടെ ഇറാൻ്റെ കരുത്തിൽ അമ്പരന്നിരിക്കുക തന്നെയാണ് ലോകമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിനിടയിൽ ഇതാ ഇറാനിൽ നിന്ന് ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഏതാണ്ട് 36,000-ഓളം പേർ കൊല്ലപ്പെടുന്ന രീതിയിൽ ഇറാനിൽ വലിയ വെടിവെപ്പും ആക്രമണങ്ങളും നടന്നിരിക്കുന്നു എന്ന വെളിപ്പെടുത്തലാണ് ഇറാൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളെ ഞാനിപ്പോൾ കാണിക്കുന്നത്. നോക്കുക, 36,500-ഓളം പേർ ഇറാനിലെ കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ, രേഖകൾ ഞങ്ങൾക്ക് കിട്ടി എന്നാണ് ഇറാൻ ഇൻ്റർനാഷണലിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് പറയുന്നത്. അതോടൊപ്പം മൃതദേഹങ്ങൾ കൂട്ടം കൂട്ടമായിട്ടിരിക്കുന്ന ചിത്രങ്ങളും ഇവർ പുറത്തുവിട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത്രയധികം ആളുകൾ ഇറാനിൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ കൊല്ലപ്പെടുന്നത്? എങ്ങനെയാണ് ഇറാനിൽ ഇത്രയധികം ആളുകളെ കൊലപ്പെടുത്തുന്ന വിധത്തിൽ ഉണ്ടായ ആക്രമണത്തിന് കാരണം? എന്താണ് ഈ ആക്രമണത്തിന് പിന്നിൽ? ഇത്രയും പേർ കൊല്ലപ്പെട്ടതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ആരാണ് ഈ കൊല്ലപ്പെട്ടവർ? തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് ഉയരുന്നത്. ആദ്യമേ പറയട്ടെ, ഈ ഇറാൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ മാധ്യമം അല്ലെങ്കിൽ വെബ്സൈറ്റ് പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ നിരവധിയായ അന്വേഷണ ഫലങ്ങൾക്കൊടുവിൽ ഉണ്ടായതാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവരിതിനെ ഒരു കൂട്ടക്കൊലപാതകം എന്ന മട്ടിലാണ് കൈകാര്യം ചെയ്യുന്നത് എങ്കിലും ഇറാൻ്റെ ഭരണകൂടം പറയുന്നത് ഇത് രാജ്യദ്രോഹികൾക്കെതിരെ, വിരുദ്ധർക്കെതിരെ, അമേരിക്കൻ ഇസ്രായേൽ പങ്കുപറ്റുന്നവർക്കെതിരെയുള്ള കടന്നാക്രമണമായിരുന്നു എന്നാണ്. അതായത് ജനുവരി 8-ാം തീയതിയും 9-ാം തീയതിയുമൊക്കെയായി ഇറാനിൽ വലിയ പ്രക്ഷോഭങ്ങൾ അരങ്ങേറിയത് നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ ആരംഭിച്ചത് നമ്മൾ കണ്ടതാണ്. ഇറാൻ്റെ പല പ്രവിശ്യകളിലേക്കും, ഏതാണ്ട് 32ഓളം പ്രവിശ്യകളിലേക്ക് ആളിപ്പടരുന്ന വിധത്തിലുള്ള ഇറാനിലെ ആഭ്യന്തര കലാപം. ഈ ആഭ്യന്തര കലാപത്തിൻ്റെ ലക്ഷ്യം ആയത്തുള്ള അലി ഖാംനെയി എന്ന അവരുടെ പരമാധികാരിയായിരുന്നു. ആ പ്രക്ഷോഭത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് മറ്റൊന്നാണ്. അത് ഇറാൻ്റെ ഭരണം അമേരിക്കയ്ക്ക് നൽകുക എന്നതായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച തിരക്കഥ നടപ്പാക്കുന്നത് പോലെ ഇറാനിലെ പ്രക്ഷോഭകർക്ക് വലിയ പിന്തുണ പ്രഖ്യാപിച്ചു. ഇറാനിലെ പ്രക്ഷോഭകരെ ഏതെങ്കിലും തരത്തിൽ ഇറാൻ്റെ ഭരണകൂടം കൈകാര്യം ചെയ്താൽ ഞങ്ങളുടെ സേനയെ ഇറക്കി പ്രതിരോധിക്കും എന്ന് ട്രംപ് വെല്ലുവിളിച്ചു. അതിന് പിന്നാലെ ഇറാനിൽ വീണ്ടും പ്രക്ഷോഭങ്ങൾ, കലാപങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആദ്യഘട്ടത്തിൽ ഇറാൻ ഭരണകൂടത്തിന് വലിയ അവ്യക്തതകൾ ഉണ്ടായിരുന്നു. എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇറാൻ ഭരണകൂടം ഇതിന് പിന്നിലെ കാരണം കണ്ടെത്തി. അത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഗൂഢാലോചനയായിരുന്നു എന്നാണ് ഇറാൻ കണ്ടെത്തിയത്. തൊട്ടു പിന്നാലെ പ്രക്ഷോഭകർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ ഇറാൻ ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു. സൈന്യത്തിനെയും പോലീസിനെയും ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ കളത്തിലിറക്കിക്കൊണ്ട് പ്രക്ഷോഭകരെ നേരിടാൻ ഇറാൻ ഭരണകൂടം തീരുമാനിച്ചു. ഇറാൻ്റെ ആയത്തുള്ള അലി ഖാംനെയി ഭരണകൂടത്തിന് അനുകൂലമായി ലക്ഷക്കണക്കിന് ഇറാനിയൻ പൗരന്മാർ കളത്തിലിറങ്ങി. ആ പൗരന്മാരെന്ന് പറയുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ കൂടി നിലപാടെടുത്തിട്ടുള്ള പൗരന്മാരായിരുന്നു. അവർക്കറിയാമായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഇറാനിലെ ഇസ്ലാമിക ഭരണം താഴെ പോയാൽ അത് പിന്നീട് ഏറ്റെടുക്കുന്നത് അമേരിക്കയായിരിക്കും. പിന്നെ സാമ്രാജ്യത്വ ഭരണത്തിന് കീഴിൽ അടിയാളുകളെ പോലെ ജീവിക്കേണ്ട ഗതികേട് ഒരുപക്ഷെ തങ്ങൾക്കുണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിനൊപ്പം നിൽക്കുക എന്ന നിലപാട് സ്വീകരിച്ച് രാജ്യവിരുദ്ധ പ്രക്ഷോഭകർക്കെതിരെ അവിടുത്തെ ജനങ്ങളും അണിനിരക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു. ആ സമയത്താണ് ഇൻ്റർനെറ്റ് നിരോധിച്ചത്, പല മാധ്യമങ്ങളിലൂടെയുമുള്ള പ്രചാരണം നിർത്തിവെച്ചത്. അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇറാനിൽ നിന്നുള്ള വാർത്തകൾ കൃത്യമായി പുറത്തു വന്നിരുന്നില്ല. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പം പാശ്ചാത്യ ലോകത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലാകുന്നത് ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ
അവിടെ വലിയ തോതിലുള്ള അടിച്ചമർത്തൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഇതിനെ കൂട്ടക്കൊലപാതകം, ക്രൂരമായ മനുഷ്യത്വരഹിതമായ കടന്നാക്രമണം എന്ന രീതിയിലൊക്കെയാണ് പല പാശ്ചാത്യ മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇറാൻ പറയുന്നത് രാജ്യവിരുദ്ധർക്കെതിരായ, രാജ്യത്തിരുന്നു കൊണ്ട് രാജ്യത്തിനെതിരെ ചാരപ്രവൃത്തി ചെയ്തവർക്കെതിരായ നടപടിയായാണ് ഇറാൻ ഭരണകൂടം ഇതിനെ വിലയിരുത്തുന്നത്. അതായത് 36,500 പേരെ ഒരു മാസക്കാലയളവിനുള്ളിൽ കൂട്ടമരണങ്ങൾക്ക് ഇരയാക്കുന്നു എന്നുള്ളതാണ് ഇറാൻ ഇന്റർനാഷണൽ പറയുന്ന റിപ്പോർട്ട്. ഇറാൻ ഇന്റർനാഷണൽ ഈ മരണസംഖ്യയെക്കുറിച്ച് പറയുന്ന റിപ്പോർട്ടിൽ പറയുന്നത് നോക്കുക. അതിൻ്റെ മലയാളം തർജ്ജമ ഇങ്ങനെയാണ്: ജനുവരി 8, 9 തീയതികളിൽ രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങൾക്കെതിരായ അടിച്ചമർത്തലിൽ സുരക്ഷാ സേന നടത്തിയ ആക്രമണത്തിൽ 36,500-ലധികം ഇറാനികൾ കൊല്ലപ്പെട്ടു. ഇത് ചരിത്രത്തിലെ ഏറ്റവും മാരകമായ 2 ദിവസത്തെ പ്രതിഷേധ കൂട്ടക്കൊലയായി മാറിയെന്ന് ഇറാൻ ഇന്റർനാഷണലിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് അവലോകനം ചെയ്ത രേഖകൾ വ്യക്തമാക്കുന്നു. ഇറാൻ ഇന്റർനാഷണലിൻ്റെ എഡിറ്റോറിയൽ ബോർഡിന് പുതുതായി ലഭിച്ച രഹസ്യരേഖകൾ, ഫീൽഡ് റിപ്പോർട്ടുകൾ, മെഡിക്കൽ സ്റ്റാഫ്, സാക്ഷികൾ, ഇരകളുടെ കുടുംബങ്ങൾ എന്നിവരിൽ നിന്ന് ലഭിച്ച അക്കൗണ്ടുകൾ എന്നിവ പരിശോധിച്ച ശേഷം മരണസംഖ്യ സ്ഥിരീകരിക്കാൻ കഴിയും. ചരിത്രത്തിലെ 2 ദിവസത്തിനുള്ളിൽ തെരുവുകളിലെ പ്രതിഷേധത്തിനിടെ സിവിലിയന്മാർക്കെതിരെ നടന്ന ഏറ്റവും വലുതും രക്തരൂക്ഷിതവുമായ കൂട്ടക്കൊല എന്നാണ് ഞങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത് ഒരു കുറ്റകൃത്യമായാണ് കാണുന്നത്. ഈ കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തിയും കൊലപാതക രീതികളും കൂടുതൽ വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ടെഹ്റാനിലും മറ്റ് നഗരങ്ങളിലും നിരവധി തടവുകാരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതായി സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളും തെളിവുകളും ഇറാൻ ഇന്റർനാഷണൽ ലഭിച്ചു. മോർച്ചറികളിൽ നിന്ന് പുറത്തു വന്ന ചിത്രങ്ങൾ, പരിക്കേറ്റ ചില പൗരന്മാർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തലയ്ക്ക് വെടിയേറ്റ് കൊല്ലപ്പെട്ടതാണ് എന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഒക്കെ ഞങ്ങളുടെ പക്കലുണ്ട്. തെരുവുകളിൽ പ്രതിഷേധം നടത്തുന്ന ഈ വ്യക്തികൾക്ക് അപ്പോൾ തലയ്ക്ക് മാരകമായ മുറിവുകൾ ഏറ്റിരുന്നുവെങ്കിൽ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനോ ചികിത്സ ലഭ്യമാക്കാനോ ഒന്നും കഴിയുമായിരുന്നില്ല. അപ്പോൾ അവരെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് വെടിവെച്ച് കൊന്നത്. ഇങ്ങനെ ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നാണ് പ്രാഥമികമായി ഇവർക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. അതായത് ഈ തെരുവുകളിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ ആദ്യം പോലീസും സുരക്ഷാ സേനയും അവിടുത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ, ഇൻ്റലിജൻസിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥരും പിടികൂടി ആശുപത്രികളിലേക്കാണ് കൊണ്ടുപോവുക. അതിനുശേഷം ചോദ്യം ചെയ്യലോ തെളിവ് ശേഖരണമോ നടത്തും. അതിനിടയിൽ ഇവർ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി, അല്ലെങ്കിൽ ഇറാൻ ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനകളിൽ പങ്കാളികളായി, അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്റ്റേണൽ ഏജൻസികളിൽ നിന്ന് പണം വാങ്ങി എന്ന് സ്ഥിരീകരിക്കുന്ന മുറയ്ക്ക് ഇവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുക. അതാണ് രാജ്യത്തിൻ്റെ നിയമം. രാജ്യവിരുദ്ധർക്ക് വധശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് നിയമം. ആ നിയമം നടപ്പാക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ മറുവശം. അതായത് ഇതൊരു നിയമവിരുദ്ധ കൂട്ടക്കൊലയാണ് എന്ന മട്ടിൽ മാധ്യമങ്ങൾ ഒരു വശത്ത് പറയുമ്പോൾ, അതിൻ്റെ കണക്കുകൾ പുറത്തുവിടുമ്പോൾ, ഇറാൻ ഭരണകൂടവുമായി ചേർന്ന് നിൽക്കുന്ന ചാനലുകളും മാധ്യമങ്ങളും പറയുന്നത് ഇത് രാജ്യവിരുദ്ധർക്ക് ആ രാജ്യം കൊടുക്കുന്ന വധശിക്ഷയുടെ ഭാഗമായിട്ടുള്ള നടപടികളാണ്, ആ രാജ്യത്തെ നശിപ്പിക്കുന്ന നടപടികൾ അടിച്ചമർത്തുന്നതിന് വേണ്ടി നടത്തിയ നീക്കമാണ് എന്നാണ്. 2 വാദങ്ങളുമുണ്ട്. ഇത് രണ്ടും ഞാൻ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഇറാൻ ഇന്റർനാഷണൽ അടക്കമുള്ള മാധ്യമങ്ങൾ അവിടെ വലിയ കൂട്ടക്കൊല നടന്നു, അത് നിയമവിരുദ്ധമാണ്, അത് വലിയ കുറ്റമാണ് എന്ന മട്ടിൽ അവതരിപ്പിക്കുമ്പോൾ, മറുവശത്ത് ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കുന്നവർ പറയുന്നത് ഇത് അനിവാര്യമായി നൽകേണ്ട ശിക്ഷയാണ് എന്നാണ്. എന്തായാലും മരണസംഖ്യ ഇത്രയും ഉയർന്നതാണ് എന്നുള്ളത് ഞെട്ടിക്കുന്നൊരു വിവരം തന്നെയാണ്. കാരണം ഔദ്യോഗികമായി ഇറാൻ ഭരണകൂടവും പാശ്ചാത്യ മാധ്യമങ്ങളും ഒക്കെ പുറത്തുവിട്ട മരണസംഖ്യയുടെ കണക്കെന്ന് പറയുന്നത് 5,500 പരമാവധി. അതും 2-3 ദിവസങ്ങളായി നടന്ന ആക്രമണങ്ങളുടെ ഫലമായി ഉണ്ടായ മരണങ്ങൾ എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ബോധപൂർവം ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് കൊലപ്പെടുത്തുന്നതടക്കമുള്ള നടപടികൾ ഭരണകൂടത്തിൻ്റെ ഭാഗമായി ഉണ്ടായി എന്ന് വ്യക്തമായി പറയുന്ന സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ആളുകളെ പല രീതിയിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന മറ്റു പല തെളിവുകളും ഇവർക്ക് കിട്ടി എന്നാണ് പറയുന്നത്. അതുപോലെ 400 നഗരങ്ങളിലെയാണ് ഈ വധശിക്ഷകൾ നടപ്പിലാക്കിയത് എന്നും ഇതിൽ പറയുന്നുണ്ട്. അതായത് IRGC ഇൻ്റലിജൻസ് ഓർഗനൈസേഷൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന് നൽകിയ കൂടുതൽ വിശദമായ വിവരങ്ങളിലേക്ക് ഞങ്ങൾക്കൊരു ആക്സസ് കിട്ടി. അതായത് ഈ മാധ്യമ സ്ഥാപനത്തിനൊരു ആക്സസ് കിട്ടി. അതുപ്രകാരം ഏതാണ്ട് 400 നഗരങ്ങളിലായി 36,500 പേർ കൊല്ലപ്പെട്ടു എന്നിവർ പറയുകയാണ് എന്നാണ് ഈ മാധ്യമത്തിൻ്റെ റിപ്പോർട്ട്. ജനുവരി 21 ബുധനാഴ്ച ഇറാൻ ഇന്റർനാഷണൽ കണ്ട ഇറാനിയൻ പാർലമെൻറ്റിൻ്റെ ദേശീയ സുരക്ഷ വിദേശനയ കമ്മിറ്റിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കുറഞ്ഞത് 27,500 എന്ന് രേഖപ്പെടുത്തുന്നു. അതുപോലെ ജനുവരി 20 ചൊവ്വാഴ്ച പ്രവിശ്യ സുരക്ഷാ കൗൺസിലിൽ ലഭിച്ച കണക്കുകളുടെ ഏകീകരണത്തിൽ പേര് വെളിപ്പെടുത്തരുത് എന്ന നിബന്ധനയോടെ ഇറാൻ ഇന്റർനാഷണലുമായി സംസാരിച്ച
ഇറാൻ ആഭ്യന്തര മന്ത്രാലയത്തിലെ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ചുള്ള മരണസംഖ്യ 30,000-ലധികമാണ്. ജനുവരി 22, ജനുവരി 24 തീയതികളിലെ IRGC ഇൻ്റലിജൻസ് ഓർഗനൈസേഷൻ്റെ 2 സമീപകാല റിപ്പോർട്ടുകളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം യഥാക്രമം 33,000-ലധികവും 36,500-ലധികവുമാണെന്ന് പട്ടികപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൽ നിന്നുള്ള 2 വൃത്തങ്ങൾ, അവരുമായി ചില ഉദ്യോഗസ്ഥർ ഈ മാധ്യമത്തോട് പറഞ്ഞു എന്നും അവർ പറയുകയാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവർ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് വിവിധ സുരക്ഷാ ഏജൻസികൾ, ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഏജൻസികൾ, ഇവരിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള കണക്കുകൾ, ആ കണക്കുകൾ വെച്ചിട്ടാണ് ഇത്രയും വലിയ ഒരു മരണസംഖ്യ ഇറാനിൽ നടന്നു എന്ന് ഈ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നത്. അതായത് ഇറാനുള്ളിൽ വലിയ ആക്രമണം നടന്നു. 400ഓളം പ്രവിശ്യകളിൽ, അതായത് 30-35 പ്രവിശ്യകളിലാണ് ആദ്യഘട്ടത്തിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. പക്ഷേ ഇവിടെ 400ഓളം പ്രവിശ്യകളിൽ ഈ രാജ്യവിരുദ്ധ ശക്തികൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ സെർച്ചുകൾ നടന്നിരുന്നുവെന്ന് ഇറാൻ ഭരണകൂടം പറഞ്ഞിരുന്നു. അത് ശരിവെക്കുന്ന വിധത്തിലാണ് 400ഓളം പ്രവിശ്യകളിലായിട്ടാണ് ഇത്രയും പേർ കൊല്ലപ്പെട്ടത് എന്ന കണക്കുകളും പുറത്തു വരുന്നത്. അപ്പോൾ സംഭവിച്ചത് ഇതായിരിക്കാം. അതായത് ചില 30-35 അല്ലെങ്കിൽ ഒരു 100-ൽ താഴെയുള്ള പ്രവിശ്യകളിൽ വലിയ കലാപവും പ്രക്ഷോഭവും ഒക്കെ ഈ കലാപകാരികൾ നടത്തിയപ്പോൾ ഇറാൻ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു അന്വേഷണം ഇറാനിലെ മുഴുവൻ പ്രവിശ്യകളിലും നടത്തി. അവിടങ്ങളിലൊക്കെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ ചാരന്മാരെന്ന് കണ്ടെത്തിയവരെ പിടികൂടി അവരെ ഡീറ്റെയിൻ ചെയ്ത്, അതായത് പരിശോധന നടത്തി ചോദ്യം ചെയ്ത് ഒടുവിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവരെ വെടിവെച്ച് കൊല്ലുകയും അവരെ മാറ്റുകയും മൃതദേഹങ്ങൾ അവിടുന്ന് മാറ്റുകയും ചെയ്തു എന്നുള്ളതായിരിക്കാം പൊതുവിൽ സംഭവിച്ചത്. എന്തായാലും ഇറാനിൽ ഇത്രയധികം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് കണക്കുകളുടെ അടക്കം പിൻബലത്തിൽ അന്വേഷണ റിപ്പോർട്ടായി തന്നെ ഈ മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇറാനിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടന്നിരിക്കുന്നു, ഇറാൻ്റെ ഉള്ളിൽ വലിയ തോതിലുള്ള വെടിവെപ്പുകൾ നടന്നിരിക്കുന്നു, സംഘർഷങ്ങൾ നടന്നിരിക്കുന്നു, കൊല്ലപ്പെട്ടവർ രാജ്യദ്രോഹികളാണ്, രാജ്യവിരുദ്ധരാണ് എന്ന് ഇറാൻ ഭരണകൂടം പറയുമ്പോൾ അത് ശരിയാണെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒരുപാട് ഏജൻറ്റുമാർക്ക് മരണം സംഭവിച്ചിട്ടുണ്ടാകും. അവരുടെ ഒരു വലിയ പദ്ധതിയുടെ കടക്കൽ വെട്ടിമുറിക്കുന്ന സമീപനമായിരിക്കും ഇറാൻ സ്വീകരിച്ചിട്ടുണ്ടാവുക. എന്തായാലും ഇറാൻ ഭരണകൂടം ഇതിൽ ഔദ്യോഗിക പ്രതികരണം നടത്തുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ തങ്ങൾക്കെതിരെ നിന്ന ഇത്രയധികം ആളുകളെ കൊന്നു തള്ളിയിട്ടുണ്ട് ഇറാൻ എന്നുള്ളത് വ്യക്തമാക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്.